റിലീസായി ഇത്രയും സമയം കൊണ്ട് തന്നെ ലോകം മുഴുവനുള്ള മലയാളികൾ അറിഞ്ഞു കഴിഞ്ഞു ഈ സിനിമയുടെ ഒരു വിജയത്തിനെ കുറിച്ച്. അതിന് നീതിയോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഇപ്പോഴും പക്ഷെ സിനിമയെ പറ്റി ഒരു പരിധിയിൽ കൂടുതൽ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇതിന്റെ പ്രൊമോഷൻസിന് ത്രൂ ഔട്ട് ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ആ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, നിങ്ങൾ എല്ലാവരും ഞാൻ തിയേറ്ററിൽ കണ്ടവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയാൻ മടി കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇനി കാണുന്ന പ്രേക്ഷകന് തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ അത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മിസ്സാവാതിരിക്കാൻ കുറച്ച് നാളും കൂടെ ഇത് സീക്രട്ട് ആയിട്ട് വെച്ചേ പറ്റുള്ളൂ. പക്ഷെ കുറേ അധികം നല്ല നല്ല കോമൻസ് സിനിമ കണ്ടവരുടെ ഭാഗത്ത് നിന്ന് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള കോമൻസ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ കോപ്പി പേസ്റ്റ് കോമൻസും വരുന്നുണ്ട്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ട്രെൻഡാണത്. ബട്ട് സ്റ്റിൽ ഓവറോൾ വളരെ വളരെ സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ വളരെ വലിയൊരു മികച്ച തുടക്കത്തിലാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ നമ്മളുടെ ഈ വലിയ സിനിമ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം. എന്തെങ്കിലും പറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് ദോഷം ചെയ്യാത്ത എന്ത് മറുപടിയും പറയാൻ ആയിട്ട് ഇതാ ഇവിടെ എൻറ്റയറില്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററിൽ ഒരാൾ ഇതുവരെ തല പുറത്ത് കാണിച്ചിട്ടില്ല. മിസ്റ്റർ ജോൺ വന്ന് പുറകിലിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ചോദ്യം ചോദിക്കുക എന്നുള്ള പേടിയിലാണ് എപ്പോഴും ഉള്ളത്. അപ്പൊ ആരംഭിക്കാം. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. ഓരോ സിനിമയുടെ വിജയവും വളരെ സ്പെഷ്യലാണ്. ഇടുന്ന എഫേർട്ട് സ്ക്രീനിൽ വരുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു ആ സിനിമ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ജോഫിൻ എന്ന് പറഞ്ഞ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കറിന്റെ ഒരു മൈൽ സ്റ്റോൺ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 24 അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ ഇനിയുള്ള വർഷങ്ങൾ അങ്ങോട്ട്. ആമീൻ. നോർമലി ഇങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യുന്ന സമയത്ത്, കാരണം അത് ഒരു നമ്മൾ ഫിലിം സെറ്റുകളിൽ നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഓൾറെഡി ഇറങ്ങിയ ഒരു സിനിമയിൽ ഇങ്ങനൊരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അതായത് നല്ല എഫേർട്ട് വേണം, നല്ല റിസർച്ച് വേണം. എത്രത്തോളം ടഫായിരുന്നു ഇങ്ങനെ സബ്ജക്ട് ചെയ്യുന്ന സമയത്ത്? അത് തന്നെയായിരുന്നു ഈ സിനിമ ഇത്രയും ഡിലേ ആവാനുള്ള കാരണം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് 4 വർഷം എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പ്രീസ്റ്റ് റിലീസായി 21 കഴിഞ്ഞ് 25 കൃത്യം 4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത സിനിമ റിലീസാവുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഈ സിനിമ ചെയ്തെടുക്കാൻ എന്നുള്ളത്. ഇപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയുടെ ഒരു ക്ലറിക്കൽ ജോബ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു. തലവിന് ശേഷം, കിഷ്കിന്ധയ്ക്ക് ശേഷം, അമേരിക്കയ്ക്ക് ശേഷം വീണ്ടും ഹിറ്റിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കരിയറിലെ ഏറ്റവും നല്ലൊരു പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നത്. ഒരുപാട് സന്തോഷം തന്നെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും ഇങ്ങനൊരു നല്ല സമയവും മോശ സമയവും വരും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു വലിയ മോശ സമയത്തിന് ശേഷം വരുന്നൊരു നല്ല സമയം ആയതുകൊണ്ട് ഇരട്ടി സന്തോഷം തന്നെയുണ്ട്. ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. ലെറ്റ്സ് സീ. ഇല്ല, ഇത്രയും നാളും സെലക്ട് ചെയ്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എൻ്റെ ഇത് ആരെ കൊത്തിക്കൊണ്ടുപോകാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസസ് എന്നൊക്കെ തന്നെ ഉണ്ടായ കുറെ മാറ്റങ്ങളാണ്. ഇപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഞാനാണ്, പക്ഷെ മൊത്തത്തിൽ ഒരടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. അതിന്റെ വ്യത്യാസങ്ങളായിരിക്കും. തുടരാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. നോക്കാം. കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല മൊമെന്റ്സ് തിയേറ്ററിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള കയ്യടികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്നത് കൺഗ്രാജുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കും അതേപോലത്തെ ഒരു മെസ്സേജ് ഞാൻ അയച്ച ഒരു താങ്ക് യു മെസ്സേജ് റിപ്ലൈ ആയിട്ട് സെയിം മെസ്സേജ് അയച്ചു വന്നു.
എന്തൊരു അപ്ഡേറ്റഡ് ആണെന്ന് ആലോചിക്കണം അദ്ദേഹം. യൂഷ്വലി ഇത് പിച്ച് ചെയ്ത സമയത്ത് ആദ്യം പറഞ്ഞത് മമ്മൂക്കോടെയാണെന്ന് പറഞ്ഞു. നമ്മൾ ഇമ്പോർട്ടൽ ക്ലൈമാക്സ് ഏരിയയിൽ തമ്മിൽ ഇമ്പോർട്ടൽ മമ്മൂക്കയാണെന്ന് പറഞ്ഞു. അപ്പാർട്ട് ഫ്രം ദാറ്റ് മമ്മൂക്ക തന്നിട്ടുള്ള കഥ കേട്ടോടനെ സ്പാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ. അല്ല, എനിക്കിതിൽ സിനിമ കണ്ടവർക്കറിയാം ഇതിൽ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചെടുത്ത് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയോട് പറഞ്ഞ സമയത്ത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു അത് അതിനേക്കാളും നല്ലത് ശരിക്കും ഉണ്ടായ സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം പറഞ്ഞു തന്നത്. അതാണ് ആ സിനിമയുടെ ഒരു പോയിന്റിൽ വരുന്നത്. അത് ശരിക്കും നടന്ന സംഭവമാണ്. മമ്മൂക്കയുടെ ലൈഫിൽ നടന്ന സംഭവം അത് സിനിമ കാണുന്നവർക്കത് മനസ്സിലാവാൻ എന്താണെന്നുള്ളത്. ഇപ്പോഴും ഞങ്ങൾ അതേ ഡെലിവറി തന്നെയാണ് ഉള്ളത്. അനശ്വര 2025 തുടങ്ങി, ആദ്യത്തെ സിനിമ ഇറങ്ങി, നാളെ ഇനി അടുത്ത ചിത്രം ഇറങ്ങാൻ പോകുന്നു. എനിക്കൊരു ലക്കായിട്ട് തോന്നുന്നുണ്ടോ? ലക്കി സ്റ്റാർ എന്ന് തന്നെ വിളിക്കാല്ലേ? ലക്കൊന്നല്ല, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ലക്കുണ്ടോന്നല്ല, ഞാൻ വർക്കിംഗ് ഫോർ ഇത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സബ്ജക്റ്റ് കേൾക്കുന്ന സമയത്ത്? സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞ് എനിക്ക് ഇപ്പം പടം കണ്ടപ്പോഴായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ്. ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് എത്തി, അല്ലെങ്കിൽ ഈ ടീമിന് ആ ഒരു ക്യാരക്ടറിലേക്ക് എൻ്റെ മുഖം വന്നു എന്നുള്ളത് എനിക്ക് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഇപ്പം സിനിമ ഇറങ്ങി റിവ്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് റിവ്യൂസൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ക്യാരക്ടർ, ഈ പടത്തിലെ ക്യാരക്ടർ എന്നെ തേടി എത്തിയത് ഇപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ക്യാരക്ടറിൽ ഒരുപാട് ഡയലോഗൊക്കെ ഇതേപോലെ ഞാൻ നടിയാവാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് നടിയാവണം, ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയ ഡയലോഗ്സ് കാണും ഇതൊക്കെ. അങ്ങനെ ചിന്തിക്കുന്നതിന് മുന്നേ അത് സിനിമയിലും ഉണ്ട്. അതെ അതെ, അത് സത്യമാണ്. അങ്ങനെ ഒരു നടിയാവണം എന്നൊക്കെ എൻ്റെ മൈൻഡിൽ പോലും ഒന്നുമില്ല. അതൊന്ന് എൻ്റെ ഒരു പാഷനോ എന്തൊക്കെ ഒരു ഡ്രീമൊക്കെ മനസ്സിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിലേക്ക് ആക്സിഡന്റലി എത്തി. അതെ, എന്തോ ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് എത്തി. പക്ഷെ ഇപ്പൊ സന്തോഷമുണ്ട്. സയൻസ് ഫിക്ഷൻ മൂവി ഈ വർഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ കേട്ടിട്ട് സ്ക്രിപ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടോ? സയൻസ് ഫിക്ഷൻ ഇല്ല. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു റോം കോം ചെയ്യാനാണ്. കുറെ നാളായി കുഴിച്ചിടലും കുഴി തോണ്ടലും തുടങ്ങിയിട്ട് ഇനി എത്രയും വേഗം ഒരു റോം കോം ചെയ്യാൻ, കുറച്ച് ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യാൻ. രാജുവേട്ടന്റെ കാളിയൊക്കെ മാറ്റി വെച്ചാൽ ഒത്തിരി വർഷങ്ങളായി. അതേപോലെ ഏതെങ്കിലും സ്ക്രിപ്റ്റ് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ പോസ്റ്റ്പോണ്ട് ആയിരിക്കുന്ന ഒരു സിനിമയേ ഉള്ളൂ. അത് ടിക്കിറ്റാക്കിയാണ്. ഞാനും എന്നെ അറിയാവുന്നവരും എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു, അത് റിക്കവർ ആയാൽ ഇമ്മീഡിയറ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് മാറ്റി വെച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ട്. വെരി സൂൺ. ഇന്ന് ഈ സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ഉച്ചയ്ക്ക് ഒരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 3-4 ദിവസം കൂടെ അത് ഡിലേ ആവും. ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട 2-3 ആളുകളുണ്ട്. പക്ഷെ അവരുടെ കാര്യങ്ങൾ, ഐ മീൻ ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മാനിച്ച് പറയുന്നില്ല. എങ്കിലും സെറിൻ, ഉണ്ണി, മേഘ, ഇവരെല്ലാരെയും പറ്റിയിട്ട് പറയണം എന്നുണ്ട്. പക്ഷെ അറിയാലോ, സിനിമ ഇനി കാണുമ്പോൾ, ഐ മീൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്ക് അത് ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സെറിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, ആട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ്. ഒറ്റയ്ക്കൊരു സിനിമ ഷോൾഡർ ചെയ്ത് വിജയിപ്പിച്ച ഒരാളും കൂടിയാണ്. അപ്പം സെറിന്റെയും ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ ഇതുവരെ വരുന്ന എല്ലാ റിവ്യൂസിലും സെറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിയും മേഘയും, മേഘ പ്രത്യേകിച്ച് ആദ്യത്തെ കാലഘട്ടം വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു എന്ന് എല്ലാവരും പറയുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഭാമ മറന്നതല്ല കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമറ്റോഗ്രാഫർ അല്ലേ, ക്യാമറ കൈപിടിച്ച് നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്തത് ലെവൽ ക്രോസ് ആണ്. അതിനുശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിലേക്ക് ഇതിനെ കൊണ്ടുവന്നു.
എഡിറ്റർ ഷമീർ മുഹമ്മദിനെ പറ്റിയിട്ടാണ്. ഇപ്പം ഈ സിനിമ കണ്ട് കുറച്ചു പേരെങ്കിലും പറയുന്നുണ്ട് ഈ സിനിമയുടെ പേസിനെ കുറിച്ച്, സിനിമയ്ക്ക് കുറച്ചും കൂടെ സ്പീഡ് വേണമെന്ന്. നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു ഭയങ്കര സീറ്റഡ് ത്രില്ലർ അല്ല, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. അപ്പോൾ അതിൻ്റെതായ സമയമെടുത്ത് തന്നെയാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്ത ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സമയം എടുത്തേ പറ്റുള്ളൂ. നമ്മളെല്ലാ ത്രില്ലറും പോലെ ഒരു ഭയങ്കര ഫാസ്റ്റ് മൊണ്ടാഷ്, ഭയങ്കര ലൗഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടുള്ള സിനിമകൾ, അത്തരത്തിലൊരു സിനിമ പ്രതീക്ഷിച്ച് ഇനി കാണാനുള്ള ആളുകൾ പോകരുത്. ഇതൊരു വ്യത്യസ്തത നിറഞ്ഞ സിനിമയെന്നല്ല, ഇതൊരു പുതിയ സിനിമയാണ്, ഇതൊരു പുതിയ നരേറ്റീവാണ്. അപ്പം ആ സമയമെടുത്ത് തന്നെ കണ്ട് മനസ്സിലായി ഓരോ ഇമോഷൻസും, പ്രത്യേകിച്ച് അനശ്വരയുടെ ക്യാരക്ടറിനോട് ഉണ്ടാവേണ്ട ഒരു ഇമോഷൻ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞ് എടുക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പൊ അത്രയും സമയമെടുത്ത് തന്നെ പറയേണ്ട ഒരു സിനിമയാണ്. ഇപ്പൊ ഷമീറിനെ പറ്റി പറയുമ്പോൾ ഷമീർ മാർക്കോ എഡിറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ പേസിൽ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. പക്ഷെ ഈ സിനിമയെ മനസ്സിലാക്കി, ഇതിന്റെ സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റിനെയും മനസ്സിലാക്കി ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു നരേഷനിലേക്ക് ഈ സിനിമയെ കൊണ്ടുവന്ന ആ സമയമെടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പോയം പോലെ എഡിറ്റ് ചെയ്ത ഒരു സിനിമയാണിത്. അപ്പോൾ ഇനി ഒരുപാട് റിവ്യൂസ് കേട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിനോടകം തന്നെ ഒരുപാട് നല്ല റിവ്യൂസ് സിനിമയെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓവർ എക്സ്പെക്ടേഷനിൽ പോകുമ്പോൾ പലപ്പോഴും പേസ് അല്ലെങ്കിൽ സിനിമയുടെ ഡ്യൂറേഷൻ ലെങ്ത് കൂടുതലാണെന്ന് നമ്മൾ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ ലാഗ് ഉണ്ടെന്നൊക്കെ തോന്നാം. പക്ഷെ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു പേസ് എടുത്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം എടുത്തത് തന്നെയാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് ഓർക്കരുത്. ഇതിനു മുമ്പ് ക്രൗൺ പ്ലാസയിൽ ഒരു വട്ടം വന്നപ്പോൾ ഉണ്ടായ ആ ഇൻസിഡന്റിന് ശേഷം മലയാളികൾ എല്ലാവരും ആസിഫയ്ക്ക് ചേർത്ത് നിർത്തി. അതിന് അദ്ദേഹം ആസിഫ് മറുപടി തിരിച്ച് നന്ദി പ്രകടിപ്പിച്ചത് ഇഷ്കിണ്ടാകാണ്ടം എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെയാണ്. അപ്പോൾ മലയാളികൾ അങ്ങിൽ വിശ്വസിച്ച ആ ഒരു വിശ്വാസത്തിനും ആ സ്നേഹത്തിനും 2025 വീണ്ടും തുടർച്ചയായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ശ്രമിക്കുന്നതാണ്. എത്ര പറഞ്ഞാലും അങ്ങനെ നന്ദി പറഞ്ഞ് തീർക്കാനുള്ള ഒരു ബന്ധമല്ല. അപ്പോൾ നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. എന്നെ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകരോടും എപ്പോഴും കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്നെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന നിർമ്മാതാവിനോടും അതിനെ മേൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതായിരുന്നു എപ്പോഴും ഉള്ള ആഗ്രഹം. ഇപ്പോഴും അത് തന്നെയാണ്, ഇനി അങ്ങോട്ടും അത് തന്നെയായിരിക്കും. അപ്പൊ രേഖാചിത്രം സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റിലും നേരെ വന്ന് നിങ്ങളെ കണ്ട് ഇത് ചൂടോടെ ആഘോഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പ്രസ് മീറ്റ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ ഇവിടെ വന്നതിനും ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ സിനിമയുടെ ഒരു വിജയം അറിയിച്ചതിനും നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ ഇനി കാണാനുള്ള പ്രേക്ഷകർ സ്പോയിലേഴ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ സിനിമയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അറിയുന്നതിന് മുന്നേ തന്നെ പോയി തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു. വീണ്ടും ഉടനെ കാണാം. ശരിക്കും ഞങ്ങൾ ശരിക്കും ആഡിയോ സമീക ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് മേഡം മച്ചാനെ എന്ന് വിളിക്കുന്ന ടൈപ്പ് ഒരു കഥാപാത്രമായിരുന്നല്ലോ അത്. അപ്പം അതേപോലത്തെ പ്രതീക്ഷിക്കുന്ന ഒരു അടിച്ചു പൊളിക്കുന്ന ഒരു കഥാപാത്രത്തിൽ വരുന്ന ഒരു സിനിമ പ്രതീക്ഷിക്കാൻ ഞാനും അതിനാണ് വെയിറ്റിംഗ്. എനിക്ക് എന്തോ ഈയിടെയായിട്ട് വരുന്നതെല്ലാം കുറെ സീരിയസ് പടങ്ങളാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ ഇന്ന് സിനിമ കഴിഞ്ഞിറങ്ങി വനിത എന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത്, സുലേഖ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്ത് സിനിമ കണ്ട് അതിന്റെ ഇമോഷനിൽ കരയുന്നതാണോ എന്ന് ഓർത്തു. അടുത്ത് ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി ഒരു 2 ഷോട്ടുള്ളൊരു സീനിൽ അഭിനയിച്ചിരുന്നു. പക്ഷെ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി. അപ്പൊ ചേച്ചിയുടെ കൂടെ കുറെ പേര്, ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ സിനിമയ്ക്ക് വന്നിരുന്നു. പക്ഷെ ചേച്ചി സിനിമയിലില്ല എന്നുള്ളത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അവർ ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു. അപ്പൊ ചേച്ചി ഇന്ന് ആക്ച്വലി ഒന്ന് പ്രസ് മീറ്റിൽ കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പൊ സുലേഖ എന്നാണ് അവരുടെ പേര്. എന്റെ ഭാഗത്ത് നിന്ന് ചെറിയ മിസ്റ്റേക്ക് ആണ്. ഞാൻ അത് അവരോട് പറയണമായിരുന്നു.
അത് അപ്പൊ ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വരും ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്ത സീൻ സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യാൻ ജോഫിൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും ഇത്തരത്തിലൊരു സിനിമയിൽ എനിക്ക് അത്തരത്തിലൊരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ്. കാരണം ഈ സിനിമയുടെ കഥ പറയുന്നത് അത്തരത്തിൽ ഒരുപാട് സിനിമയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കഥയായിരുന്നു. പക്ഷെ അത് എനിക്ക് അവരെ അത് അറിയിക്കാൻ പറ്റിയില്ല. ഞാൻ അത് വിട്ടുപോയി. അത് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ട്രിമ്മിൽ വന്ന സമയത്ത് ട്രിം ചെയ്ത് പോയതാണ്. അവരാണെങ്കിൽ കുറേ ആൾക്കാരുമായിട്ട് വന്ന് ഭയങ്കര ഇമോഷണലായിട്ടത് എനിക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് എനിക്കും ഭയങ്കര ആ സിനിമയുടെ കേട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്കത് വിഷമമായി പോയി. അപ്പോൾ അത് ചേച്ചി ഇപ്പോൾ വരണമെന്ന് വിചാരിച്ചു, പക്ഷേ എത്തിയിട്ടില്ല. അപ്പോൾ ചേച്ചിയുടെ പേര് സിലേലാണ്. അപ്പോൾ അത് ഉടനെ തന്നെ ചേച്ചിക്ക് മികച്ചൊരു വേഷം, അതെ, ചേച്ചിയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു വേഷം ഞങ്ങൾ ആരെങ്കിലും അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സിനിമയിൽ കൊടുക്കുന്നതായിരിക്കും. അത് ചേച്ചിക്ക് അങ്ങനെയെങ്കിലും സന്തോഷമാവാൻ അത് ഞാൻ വാക്ക് കൊടുക്കുന്നുണ്ട്. ബോഡി കുളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ആസിഫിക മാത്രം കൈ കുറയുന്നതില്ലാതെ ഓൾറെഡി അത് ചാടി നിൽക്കുന്ന പയ്യനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞ് ചെയ്തെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. എന്താ പറയുക, നമ്മൾ ചില സിനിമകൾ പറയുമ്പോൾ അത് സിനിമാറ്റിക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ നമ്മൾ ടൂ മച്ച് ലോജിക്ക് നോക്കുന്നതിൽ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും ആ ഒരു മൊമെന്റിനും ഓഡിയൻസിലേക്ക് കിട്ടുന്ന ഒരു ഫീലിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് നമ്മൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞതൊന്നുമല്ല, അങ്ങനെയാണ് അത്. സിനിമ ചില ഇമോഷൻസും ചില സീനും അങ്ങനെ ആയിരിക്കണം. എല്ലാത്തിനും നമുക്ക് കൃത്യമായ ലോജിക്ക് സിനിമയിലേക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥ പറഞ്ഞു പോകുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുഴിന്ന് ഇതെടുക്കുന്ന കാര്യം, ഈ ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് ആസിഫ് കുഴിയിൽ നിന്നൊരു ബോഡി എടുത്ത സിനിമയുടെ ഭാഗ്യം ലക്കെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എടുത്തേക്കുന്ന സിനിമകളൊക്കെ മുന്നേ വിജയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് കുഴിച്ചിട്ടത് കുഴിച്ചിട്ട സ്ക്രിപ്റ്റുകൾ കൊണ്ടുവരാം. ജിത്തു ജോസഫിനോട് ചോദിക്കൂ. ഇല്ല ഇല്ല ഞാനില്ല. റൂമറല്ലേ? ഇല്ല ഞാനില്ല. ഒരു സ്ക്രിപ്റ്റ് ഈ രണ്ടാഴ്ചത്തെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമകളിൽ സ്വാഭാവികമായിട്ടും ആസിഫിക ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർക്ക് ഒരുപാട് ഡൗട്ടുകൾ. ഈ ഡൗട്ടൊക്കെ ക്ലിയർ ആവാൻ എത്ര സമയം? എനിക്ക് കിട്ടിയ ഫസ്റ്റ് നറേഷൻ തന്നെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ഞാനൊരു സിനിമ കാണുന്ന പോലെയാണ് ഇതിന്റെ ആദ്യത്തെ നറേഷൻ തന്നെ കിട്ടിയത്. അതിനുശേഷം ഒരു ഓൾമോസ്റ്റ് 80% കംപ്ലീറ്റ് ആയ ഒരു സ്റ്റേജിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ് ഓരോ സ്റ്റേജിലും കൃത്യമായ ക്ലാരിറ്റി തന്ന് ഇതിന്റെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വരെ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇന്നിപ്പോ പറയാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആൻഡ്രൂ എന്ന് പറയുന്ന മൈൻസ്റ്റീൻ എന്ന് പറയുന്ന നമ്മുടെ VFX ആർട്ടിസ്റ്റ്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ് അത്. അത്ര എളുപ്പമല്ല. നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് വിജയിക്കാത്തൊരു പരിപാടിയാണ് നമ്മളത്. പ്രത്യേകിച്ച് ആൻഡ്രൂ അത് ഭയങ്കര നന്നായി ചെയ്തു തന്നു. ഒരുപാട് സമയമെടുത്തു. നമ്മളത് നല്ല രീതിയിൽ ചെയ്തു തന്നു. അതേപോലെ തന്നെ JD എന്ന് പറയുന്ന ജയദേവൻ സൗണ്ട് ഡിസൈനർ, കഴിഞ്ഞ വർഷത്തെ ഉള്ളൊഴുക്കിന് സംസ്ഥാന അവാർഡ് നേടിയ JD വളരെ മികച്ച രീതിയിൽ ഇതിൽ സൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുജീബില്ല. കിഷ്കിന്താടത്തിന് ശേഷം മുജീബ് ചെയ്യുന്ന സിനിമയാണിത്. ഇനിയുള്ള കാലത്ത് മലയാള സിനിമയുടെ ഏറ്റവും മികച്ച മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളായിട്ട് മാറാൻ പോകുന്ന ഒരാളാണ് മുജീബ്. ഇനി തൊട്ടടുത്ത് ചെയ്യാൻ പോകുന്നത് വലിയൊരു സിനിമയാണ്. അത് അവർ അനൗൺസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് മുജീബ് എന്ന് പറയുന്നൊരു ആളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. അതിനുള്ളൊരു സൂചനയാണ് കിഷ്കിന്ത കണ്ടു ഉദ്യോഗായത്വം. മുജീബ് കൂടെ ഇല്ല. ഞാൻ ഈ സിനിമ നടത്തിയെടുക്കാൻ കുറച്ച് പണിയുള്ള സിനിമയാണ്. ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കൊരു ലിമിറ്റഡ് ദിവസങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചാർട്ട് ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഈ 90 അപ്പോൾ പറഞ്ഞാൽ 90 ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസവും രാവിലെ നേരത്തെ തുടങ്ങി രാത്രി വൈകി അവസാനിച്ച് പിറ്റേ ദിവസം 2 മണിക്കൊക്കെ രാത്രി നിർത്തി
പിറ്റേ ദിവസം 8 മണിക്കൊക്കെ വീണ്ടും തുടങ്ങി. അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ടീമിലെ എൻ്റെ ഡയറക്ഷൻ ടീമിലെ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടിരുന്നു. അതുപോലെ അപ്പൂൻ്റെ ടീമിലെ എല്ലാവരും. എടുത്തു പറയേണ്ടത് ദേവിച്ചേട്ടൻ, പ്രേമേട്ടൻ, എൻ്റെ ADs ആയിട്ട് നിൽക്കുന്ന എല്ലാവരും, അപ്പൂൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും, അങ്ങനെ ബാക്കി ആർട്ടിസ്റ്റുകൾക്കൊക്കെ പല സമയങ്ങളിലും റെസ്റ്റ് കിട്ടുമെങ്കിലും ഈ ടീമിനൊന്നും, അതുപോലെ സിനിമയുടെ യൂണിറ്റ് അവർക്കൊന്നും അങ്ങനെ റെസ്റ്റ് കിട്ടില്ല. ഈ 2 മണിയിൽ പോയാലും പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഇവരെല്ലാം എത്തണം. അപ്പം അങ്ങനെ ഒരു ടീമായിട്ട് 60 ദിവസം നിന്നിട്ടാണ്, ഒപ്പം നിന്നുകൊണ്ടാണ് ഈ സിനിമ ആ ഒരു പീരീഡിൽ ഞങ്ങൾക്ക് ഇങ്ങനെ തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരോട് എല്ലാവരോടുള്ള നന്ദി ഞാനിപ്പോൾ പറയുന്നു. ടൈറ്റിൽ ജസ്റ്റ് റിവീൽ ചെയ്തേ ഉള്ളൂ. ഇനി ഓരോന്നായിട്ട് തരാം. എല്ലാം കൂടെ ഒറ്റടിക്ക് വന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള അവസരം മിസ്സാവും. നോക്കാം. ജിത്തു ജോസഫ് സർ ഏത് ടൈപ്പ് ഓഫ് സിനിമ ചെയ്യാനാണ് ഇഷ്ടം? അല്ലേ, അങ്ങനെ തന്നെ പോട്ടെ. ശരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിലൂടെയാണ് ഈ ലോകം അറിയുന്നത് സിനിമയെ കുറിച്ച്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ആസിഫയ്ക്ക് അത്രയും പ്രിയപ്പെട്ടതാണല്ലോ മമ്മൂക്ക. അതേപോലെ തന്നെ മമ്മൂക്ക ആരാധകർക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ നിങ്ങൾ 3 പേരും ഒന്നിക്കുന്ന ഒരു സിനിമ പ്രതീക്ഷിക്കാൻ കഴിയുമോ? 2 പേരോട് വേണം. അതുപോലെ തന്നെ മമ്മൂക്ക ഫാൻസിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ 2 പേരും. അപ്പോൾ അവർക്ക് വേണ്ടി, മമ്മൂക്ക ആരാധകർക്ക് വേണ്ടി മമ്മൂക്കയെ വെച്ച് നിങ്ങൾ 3 പേരുള്ള ഒരു സിനിമ പ്രതീക്ഷിക്കണം. ജോഫി സാറിന്റെ ഡയറക്ഷൻ മമ്മൂക്ക ആസിഫിൽ ഒന്നിക്കുമെന്നാണ് ചോദിക്കുന്നത്.